ഹായ് എൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ മൗണ്ട് ഗാംബിയർ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നത്തെ നമ്മുടെ പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ലേക്ക് ആണ്. വാർ എന്നറിയപ്പെടുന്ന ബ്ലൂ ലേക്കിന് ആ ഒരു പേര് വന്നത് അതിന്റെ വൈബ്രന്റ് ഇന്റൻസ് ബ്ലൂ കളർ കാരണമാണ്. എന്നാൽ എല്ലാ സീസണിലും നമുക്ക് ആ ബ്ലൂ കളർ കാണാൻ സാധിക്കില്ല കേട്ടോ. സമ്മർ മന്ത്സിൽ, അതായത് റഫ്ലി അറൌണ്ട് നവംബർ ടു മാർച്ചിലാണ് ഇതിന്റെ ബ്ലൂ കളർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ സാധിക്കുക. വിന്റർ മന്ത്സിൽ ഈ ലേക്ക് ഡാർക്കർ അല്ലെങ്കിൽ ഗ്രേഷ് ബ്ലൂ കളറിലായിട്ടാണ് കാണപ്പെടുക. കാൽസ്യം കാർബണേറ്റ് പാർട്ടിക്കിൾസ് ആണ് ഈ ഒരു ഡീപ്പ് ബ്ലൂ കളർ ഈ ഒരു ലേക്കിന് നൽകുന്നത്. അതായത് ഉത്തമ, നമ്മുടെ ഈ ബ്ലൂ ലേക്കിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമാണ്. ആ ചുണ്ണാമ്പ് കല്ലിൽ ഒരുപാട് കാൽസ്യം കാർബണേറ്റ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ആ കാൽസ്യം കാർബണേറ്റ് പാർട്ടിക്കിൾസ് ഈ ബ്ലൂ ലേക്കിലെ വെള്ളത്തിൽ ലയിച്ചു കഴിയുമ്പോഴാണ് അതിനൊരു ബ്ലൂ കളർ കിട്ടുന്നത്. ഇനി സമ്മർ മന്ത്സിൽ നമ്മുടെ ഈ കാൽസ്യം കാർബണേറ്റ് പാർട്ടിക്കിൾസ് സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുകയും അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ടൈനി മൈന്യൂട്ട് ക്രിസ്റ്റൽസ് വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരികയും അതിന്റെ നീല നിറം അതിന്റെ ഏറ്റവും മനോഹാരിതയിൽ നമുക്ക് കാണപ്പെടുകയും ചെയ്യും. ഇതാണ് അതിന്റെ ഒരു കെമിസ്ട്രി. 70 ഹെക്ടറിൽ പറന്നു കിടക്കുന്ന ബ്ലൂ ലേക്കിന് ചുറ്റും ഒരുപാട് ലുക്കൌട്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു ലുക്കൌട്ട് പോയിന്റ് അടുത്തേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് ചെറിയൊരു ലുക്കൌട്ടാണ്, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും വലിയ എക്സസൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ കയ്യാലകളൊക്കെ കെട്ടിയിരിക്കുന്ന പോലെ കല്ലടുക്കി വെച്ചിരിക്കുന്ന മതിലിന്റെ നടുക്കൂടെ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കഷ്ടി നടന്നു പോകാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഇടവഴിയും പടവുകളും കയറി ഞങ്ങൾ മുകളിലേക്ക് നടന്നു. കാണുന്ന ഒരു കൂടാരമാണ് ലുക്കൌട്ട് എന്നാണ് ഞാൻ അവിടെ എത്തുന്നവർ വിചാരിച്ചിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായില്ല. അതിനേക്കാളും വലിയൊരു കൂടാരം അതിന്റെ മുകളിലുണ്ട്. പക്ഷെ അവിടെ നിന്നിട്ടുള്ള വ്യൂ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ ലേക്ക് താഴെ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഇതാണ് ഒരു വ്യൂ പോയിന്റ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പഴക്കമുള്ള ഒരു വ്യൂ പോയിന്റാണ്. പണ്ടത്തെ ഒരു നിർമ്മിതിയാണിത്. അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത്. ഒരു ചെറിയ ഫെൻസ് ഒക്കെ ആയിട്ട് ഒരു വീട് അവിടെ. ആ വീട്ടിൽ താമസിക്കുന്ന ഏറ്റവും ഭാഗ്യവനായ മനുഷ്യനെ ഓർത്ത് കുറച്ചൊരു അസൂയ എനിക്ക് തോന്നി. എന്നാ നല്ല വ്യൂ ആ ഫ്രണ്ടില്. അത് കഴിഞ്ഞപ്പോഴാണ് ഗൂഗിൾ അമ്മച്ചി ആ സത്യം എനിക്ക് പറഞ്ഞു തന്നത്. 1880കളിൽ പണി കഴിപ്പിച്ച ഒരു പമ്പിംഗ് സ്റ്റേഷനാണത്. അവിടെ നിന്നാണ് ഇന്നും മൗണ്ട് ഗാംബിയറിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കയറാൻ പോകുന്നത് ഈ പടവുകളെല്ലാം സർജ് ടാങ്കിലേക്കുള്ള വഴിയാണ്. ഇത് സ്റ്റീപ്പായിട്ടുള്ള പടവുകളാണ്, വീഴാതെ നോക്കണം എന്നൊക്കെ താഴെ വാണിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൗണ്ട് ഗാംബിയറിലെ പ്രധാന കുടിവെള്ള സോഴ്സ് ഇതായതുകൊണ്ട് തന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ഈ ലേക്കിലില്ല. എന്ന് വെച്ചത് ശുദ്ധജലമല്ല കേട്ടോ. കാരണം ഈ വെള്ളത്തിൽ കാൽസ്യവും ലൈംസ്റ്റോൺ ഇൻഫിൽട്രേഷനും പൊട്ടൻഷ്യൽ നൈട്രേറ്റ് കണ്ടാമിനേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഹാർഡ് വാട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിപ്പോൾ ലേറ്റ് ഒക്ടോബർ ആയതുകൊണ്ട് അത്രയ്ക്ക് പ്യുവർ നീല കളർ അല്ല ബ്ലൂ ലേക്കിലെ വാട്ടറിന് ഇപ്പോഴുള്ളത്. എങ്കിലും ആ വ്യൂ ഒരു പ്രത്യേക തരം ഭംഗി തരുന്നുണ്ട്. കഥ പറയാൻ എനിക്കിഷ്ടമാണ്. കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ബ്ലൂ ലേക്കിന്റെ ഹിസ്റ്ററി ഞാൻ പറയാം. 5000 വർഷത്തെ ചരിത്രമുണ്ട് ഈ ലേക്കിന്. അതായത് 5000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ രൂപപ്പെട്ട ഒരു ക്രാറ്റർ ലേക്കാണിത്. ഇനി ക്രാറ്റർ ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കുഴി, ആ ഒരു ക്യാവിറ്റി, ആ ക്യാവിറ്റിയിൽ ഗ്രൗണ്ട് വാട്ടർ വന്ന് നിറഞ്ഞിട്ട് ഒരു കുളം പോലെ ഫോം ചെയ്യുന്നു. അതിനെയാണ് ക്രാറ്റർ ലേക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന മൗണ്ട് ഗാംബിയർ ഒരു വോൾക്കാനിക് കോംപ്ലക്സിന്റെ ഭാഗമാണ്. അതിൽ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് നടന്ന വോൾക്കാനിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബ്ലൂ ലേക്കിന്റെ വോൾക്കാനിക് എറപ്ഷൻ ആണ്. അതും 5000 വർഷങ്ങൾക്ക് മുൻപ്. കാർബൺ ഡേറ്റിംഗിലൂടെയാണ് ഈ ഒരു കാലപ്പഴക്കം നിർണ്ണയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ പഠനമനുസരിച്ച് ബ്ലൂ ലേക്കിന്റെ ആഴം 72 മീറ്റർ ടു 77 മീറ്റർ വരെയാണ്. 3.6 കിലോമീറ്റർ നീളമുള്ള ഒരു വാക്കിംഗ് ട്രാക്ക് ഈ ഒരു ലേക്കിന് ചുറ്റുമുണ്ട്. അത് ബ്ലൂ ലേക്ക് ട്രെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു പടവ് കയറി മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജ് ടാങ്ക് ഇരിക്കുന്ന ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, കുത്തനെയുള്ള ആകാശത്തിലേക്കുള്ള ഈ പടവുകൾ കയറുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ അമ്മ നടക്കുന്ന കണ്ടോ ഇടതുവശത്ത്, അതൊരു വാക്കിംഗ് ട്രാക്കാണ്. അതിന് കുറച്ചുകൂടി ഗ്രിപ്പുണ്ട്. ആ ഒരു വഴി നമുക്ക് നേരെ മുകളിലേക്ക് എത്താം. ഇത് കാണുമ്പോൾ അത്ര വലിയ കഠിനമൊന്നും അല്ലെങ്കിലും കാഫ് മസിലിന് നല്ല വേദന ഉണ്ടായിരുന്നു മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം. ഇത്രയും കഷ്ടപ്പെട്ട് ഈ കയറ്റമെല്ലാം കയറി നമ്മൾ സർജ് ടാങ്ക് കാണാൻ പോകുമല്ല, അവിടെ ഒരു കിഡിലൻ വ്യൂ പോയിന്റ് ഉണ്ട്. പകുതി വഴി കയറിയപ്പോഴത്തേനും അമ്മയ്ക്ക് മതിയായി. അമ്മ പറഞ്ഞു, ഞാൻ അവിടെ നിന്നോളാം, നിങ്ങൾ പോയി കണ്ടിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും പിന്നെ മുന്നോട്ട് നടക്കുവാണ്. കാരണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഉറങ്ങിക്കിടക്കുന്ന ബ്ലൂ ലേക്ക് കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ്. അങ്ങനെ 10-15 മിനിറ്റ് കഷ്ടപ്പെട്ട് അവസാനം നമ്മൾ മുകളിലെത്തി. ഇതാണ് ആ സർജ് ടാങ്ക് ഇരിക്കുന്ന ഒരു ഏരിയയും വ്യൂ പോയിന്റും. കണ്ടില്ലേ അവിടെ ഒന്ന് നോക്കുന്ന ബ്ലൂ ലേക്കിന്റെ ഒരു ഭംഗി. പ്രാമൊന്നും പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് ചിക്കുവിനെ ഞാൻ എടുത്തേക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടപ്പാട് വന്നത് കേട്ടോ കയറാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനെ.
അപ്പോൾ ഇതാണ് സർജ് ടാങ്ക്, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സർജ് ടാങ്ക്. സർജ് ടാങ്കിൻ്റെ മുകളിലൊരു വ്യൂ ഏരിയ പോലെ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കേ പോകുന്നില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് താഴത്തേക്കുള്ള വ്യൂ കാണാം. വാവ്, ശാന്തമായിട്ട് കിടക്കുന്ന ബ്ലൂ ലേക്ക്, ചെറിയ ഓളങ്ങൾ പോലും ഇല്ല. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മുകളിലൊക്കെ ചുറ്റിക്കറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. കാരണം അമ്മ താഴെ നിൽക്കുവാണ് ഒറ്റയ്ക്ക്. അപ്പോൾ ഒത്തിരി നേരം അമ്മേനെ തനിച്ച് നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ തടിയും മണ്ണും കൊണ്ട് മാത്രം ഉപയോഗിച്ച പടവുകളായതുകൊണ്ട് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴയില്ലെങ്കിൽ കൂടിയും വളരെ കെയർഫുള്ളായിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. കാരണം അതേ കണ്ടില്ലേ, കുഞ്ഞെൻ്റെ കയ്യിലുണ്ട്. പിന്നെ അദ്വൈത് ഈ ഒരു പാത്തി കൂടെയാണ് താഴത്തേക്ക് ഇറങ്ങിയത്. കുറച്ചുകൂടെ ഇലയൊക്കെ വീണ് കിടന്നിട്ട് കുറച്ചുകൂടെ ഗ്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഈ ഒരു വാക്കിംഗ് ട്രാക്കിൽ കൂടെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. അതും അങ്ങ് താഴെ വരെയുണ്ട്. ആ സൈഡിൽ കൂടെ നമ്മൾ കയറി വരുവാണെങ്കിൽ ഇത്രയും ഈ സ്റ്റെപ്പേ കൂടെ കയറുന്ന അത്രയും കാലിന് വേദനയില്ല കേട്ടോ. ഒന്ന് മേളിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ജോഷി ചേട്ടനും അമ്മയും പണി മുടക്കി. നമ്മൾ പിന്നെ നടക്കുകയാണ്. പിള്ളേരല്ലേ, അതന്നെ, കുഞ്ഞു പിള്ളേരാ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ അണ്ടർ പാസേജ് കടന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണത് ഇങ്ങനെ ലോക്സ് ഹാങ് ചെയ്തിട്ടേക്കുന്നു. അപ്പോൾ അതിലെല്ലാത്തിലും 2 പേരുടെ വീതം പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സ് അറിയപ്പെടുന്നത് ലവ് ലോക്സ് എന്നാണ്. നമ്മുടെ മൗണ്ട് ഗ്യാമ്പറിൽ താമസിക്കുന്ന കപ്പിൾസായ വാൽ ആൻഡ് ഫ്രാങ്ക് അവരുടെ 60ാമത്തെ ആനിവേഴ്സറിക്ക് അവിടെ ഒരു ലവ് ലോക്ക് കൊണ്ടുപോയി ലോക്ക് ചെയ്തിടുകയും പിന്നീട് വരുന്ന ആൾക്കാർ അതൊരു ട്രഡീഷൻ പോലെ കണ്ടിന്യൂ ചെയ്ത് അവിടെ നിറയെ ലോക്കുകൾ കൊണ്ടുപോയി തൂക്കാനും തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. 100 കണക്കിന് ലോക്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത, നമുക്ക് ബ്ലൂ ലേക്ക് കുറച്ചുകൂടെ അടുത്ത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ നീല കളർ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. ആ വെള്ളത്തിൽ കൂടെ എന്തോ നീന്തി നടക്കുന്നുണ്ട്. എൻ്റെ സാംസങ്ങിൻ്റെ സൂമിങ് കപ്പാസിറ്റി വെച്ച് നോക്കിയിട്ടും അതെന്താണെന്ന് വ്യക്തമാകുന്നില്ല. പിങ്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള എന്തോ ആണ്. ഏതോ ഒരു വാട്ടർ ബേർഡ് ഒറ്റയ്ക്ക് അതിലൂടെ നീന്തി തുടിച്ച് നടപ്പുണ്ട്. ചേച്ചി കാര്യമായിട്ട് അത് വായിക്കുന്നുണ്ട്, നമുക്ക് ചോദിക്കാതെ തന്നെ മനസ്സിലായി. പറഞ്ഞു ചേച്ചി, എന്താണ് ഈ വാട്ടർ പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ? ഇതെനിക്ക് തോന്നുന്നു വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന് ആ വോൾക്കാനിക് ഡെബ്രീസ് സെറ്റിലായി അടിഞ്ഞുകൂടി ഈ മേളിലുള്ള വെള്ളം ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ എന്നാണ് പറയുന്നത്. ഏകദേശം ഇതിന് 70 മീറ്റർ ഡെപ്ത് ഉണ്ട്. ഈ വാട്ടർ ലെവൽ ഡ്രോപ്പ് ചെയ്തത് 2 meters ഓവർ ലാസ്റ്റ് 24 years. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലുക്കൗട്ടിലും ഇങ്ങനെ ഈ ബ്ലൂ ലേക്കിൻ്റെ ഹിസ്റ്ററി അടങ്ങുന്ന ഇൻഫർമേഷന് ഇതേപോലെ ഇൻഫർമേഷൻ ബോർഡായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലല്ലോ, മൗണ്ട് ഗ്യാമ്പിയർ ഒരു വോൾക്കാനിക് കോംപ്ലക്സിൻ്റെ പാർട്ടാണ്. ഏകദേശം 5000 മുതൽ 20,000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് രൂപപ്പെട്ട 4 ക്രാറ്റർ ലേക്കുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ബ്ലൂ ലേക്ക്. ബ്രൗണസ് ലേക്ക്, വാലി ലേക്ക്, ലെഗ് ഓഫ് മട്ടൺ ലേക്ക് ഇവയാണ് മറ്റ് 3 ലേക്കുകൾ. അതിൽ ഏറ്റവും ഫേമസും പ്യൂറസ്റ്റ് വാട്ടറും ഉള്ളത് നമ്മുടെ ഈ ബ്ലൂ ലേക്കിലാണ്. ഇനിതേ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 3ാമത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇത് റോഡരികിൽ തന്നെയാണ്. ഒരു മിൻസാര പാർവൈயின் വേഗം വേഗം ഉന്നോട് നാൻ കണ്ടു കൊണ്ടേ ഒരു പെണ്ണോട് തോന്നിടും ദാവം ദാവം എന്നോട് നാൻ കണ്ടു കൊണ്ടേ. അപ്പോൾ ഈ ഒരു പൈപ്പിൽ കൂടെ വരുന്നത് നമ്മുടെ ബ്ലൂ ലേക്കിലെ വെള്ളമാണ്. അപ്പോൾ ഇത് കുടിച്ചൊക്കെ നോക്കേണ്ടവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബ്ലൂ ലേക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു റോഡിലെത്തിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ 2 വശത്തും നിറയെ വെള്ള നിറത്തിലുള്ള പൂമരങ്ങളാണ്. അപ്പോൾ തലേ ദിവസം മഴ ഉണ്ടായതുകൊണ്ട് ആ നിന്ന പൂവൊക്കെ കൊഴിഞ്ഞ് റോഡിലേക്ക് ചാടിക്കിടപ്പുണ്ട്. അപ്പം നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ക്യാമറയിൽ അത്രയും ഭംഗിയിൽ വരുന്നില്ല. നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ട് അതിൻ്റെ വീഡിയോ എടുത്താണ്. നിറയെ വെള്ളപ്പൂക്കളാണ്. ഒരു മിൻസാര പാർവൈயின் വേഗം വേഗം ഉന്നോട് നാൻ കണ്ടു കൊണ്ടേ ഒരു പെണ്ണോട് തോന്നിടും ദാവം ദാവം എന്നോട് നാൻ കണ്ടു കൊണ്ടേ. என்னை மறந்து விட்டே இந்த உலகத்தில் நான் இல்லை நான் இல்லை உன்னை இழந்து விட்டால்
எந்த மலரிலும் தேனில்லை தேனில்லை இது கனவா இல்லை நினைவா உண்மை கிள்ளி உண்மை தெளிந்து உன்னை பார்த்தெந்தன் தாய்மொழி மறந்து. അപ്പോൾ ദേ ബി ചേച്ചിയുണ്ട്, ജോഷേട്ടനുണ്ട്, അനിയനുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് സൗത്ത് ഓസ്ട്രേലിയ എന്ന് ചോദിക്കാം. ഹായ്, എങ്ങനെയുണ്ട് സൗത്ത് ഓസ്ട്രേലിയ കമ്പയർ ടു ബെല്ലറാട്ട്? ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. ഇനി അഡലേഡിൽ എങ്ങനെയാണെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, കമ്പയർ ടു ബെല്ലറാട്ട് തണുപ്പിച്ചിരി കുറവുണ്ടല്ലേ? ഭയങ്കര കുറവുണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? കാറ്റ് അധികം ഇല്ല, വെള്ളറത്ത് ഭയങ്കര കാറ്റാണ്. സൈലന്റ് ആണ്, കാമൻ ക്വൈറ്റ് ആണ്. ഓക്കെ, നല്ലൊരു സിറ്റി ആണല്ലേ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാം വെറൈറ്റിയാണ്. യൂണി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിൽ സിമ്പിൾ നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ ഹോസ്പിറ്റൽ കണ്ടില്ല. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.